ഭഗവാൻ പരമശിവന്റെ ദൃശ്യരൂപമായി കണ്ട് കെട്ടിയാടുന്ന ഒരു വലിയ കലാരൂപമാണ്. പൊട്ടന്തയത്തിന് വളരെ ശ്രേഷ്ഠമായ ഒരു തോറ്റമുണ്ട്. ശ്രീ ശങ്കരാചാര്യരുടെ അഹങ്കാരം മാറ്റുവാൻ, അഹന്ത മാറ്റുവാൻ ശ്രീ പരമശിവനും പാർവതിയും ഒരു ചണ്ടാളന്റെയും ചണ്ടാള സ്ത്രീയുടെ വേഷത്തിൽ വരുന്ന കഥയുണ്ട്. വരുന്നത് ഭഗവാൻ പരമശിവനാണ്, പാർവതിയാണ് എന്നറിയാതെ ശങ്കരാചാര്യർ പറയുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠായ ഞാൻ വരുന്ന വഴിയിൽ നിന്നും വഴിമാറാൻ പറയുന്നു. വരുന്നതും ഭഗവാൻ പരമശിവനാണ്, പാർവതിയാണ് എന്നറിയാതെ ശങ്കരാചാര്യർ പറയുന്നതാണ്. ഭഗവാൻ പറയുന്നത് അങ്ങല്ല അകടല്ല ഇങ്ങല്ല മുള്ളേ അങ്ങ് കാടാണ്, ഇത് മുള്ളാണ്, ഞങ്ങൾ എങ്ങോട്ട് വഴിമാറണം. കൂടെ വരുന്ന പാർവതി ദേവി പറയുന്നത് ഒക്കത്തെ കുഞ്ഞിതോ വേണ്ടോ എന്റെ ഒക്കത്ത് കുഞ്ഞും തലയെ കള്ളു പിരിക്കുന്നു, ഞങ്ങൾ എങ്ങോട്ട് പെരുമാറണം. ഈ പൊട്ടത്തേക്കിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നത്. നിങ്ങളെ കുറ്റാലും ഒന്നല്ലേ കുറ്റാലും ഒന്നല്ലേ ചോര. നിങ്ങളെ കുത്തിയാലും എന്നെ കുത്തിയാലും ഒന്നും തന്നെയാണ് ചോര. നിങ്ങൾക്കാണ് ഇങ്ങനെ ജാതി വിവേകം വർണ്ണവിഭജനം കാട്ടുന്നത് എന്ന് പറഞ്ഞ വലിയ തീ പോലെ പോകുന്ന വലിയ ചരിത്രമുള്ള നാടാണ് നമ്മുടേത്. നമ്മുടെ മണ്ണിലേക്ക്, നമ്മുടെ നന്ദികേശന്റെ ഈ മണ്ണിലേക്ക് വരുന്നത് പൊട്ടത്തെയ്യത്തിന്റെ വരവാണ്. എല്ലാ അമ്മമാരും വരവിട്ട് എല്ലാ ചേട്ടന്മാരും ആത്മവിളിച്ച് നമ്മുടെ നാടിന്റെ, നമ്മുടെ ദേശത്തിന്റെ എല്ലാ കേടുകൃതികളും കെട്ടുകൃതികളും മാറ്റി നമ്മുടെ നാടിന്, നമ്മുടെ ദേശത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കളുടെ ദേഹത്തെ ചൊറി മാറ്റി എല്ലാ ദേശകുട്ടികളും മാറ്റി വരുന്ന അമ്മയുടെ തിരുസ്വരൂപത്തിലേക്ക് എല്ലാ അമ്മമാരും പ്രാർത്ഥനാ കലാരൂപത്തിലേക്ക്, തെയ്യമെന്ന ദൈവസങ്കല്പത്തിലേക്ക് ഒരു തീ ആടികൂട്ടിയാണ് ചെയ്യുന്നത്. ഒരു തീ കൂട്ടുക അല്ലെങ്കിൽ ചൂട്ട് കത്തിക്കുക എന്ന് പറഞ്ഞ ഒരു ദേശത്തിന്, ഒരു നാടിന് മുഴുവൻ വെളിച്ചം തരിക എന്നുള്ളതാണ്. എല്ലാ അമ്മമാരും, എല്ലാ ചേട്ടന്മാരും, എല്ലാ സഹോദരങ്ങളും കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥനാ കലാരൂപത്തിലേക്ക്, തെയ്യമെന്ന ദൈവിക സങ്കല്പത്തിലേക്ക്, പാട്ടിലേക്ക് ചുവടുവയ്ക്കും. വരുന്നത് കണ്ട